ഗുഡ് ആഫ്റ്റർനൂൺ ഗൈസ്. നമ്മളിപ്പോൾ നടക്കുന്നത് ശശിയുടെ അടുത്തോട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവനെ ബിരിയാണി കഴിക്കാൻ വിളിച്ചിട്ട് അവൻ വന്നില്ല. എന്നാൽ പിന്നെ ഇന്ന് അവനെ കൊണ്ട് ഇന്ന് പോകുള്ളൂ എന്ന് ഉറപ്പിച്ചാണ് എൻ്റെ ഈ നടപ്പ്. നമ്മൾ ശശിയുടെ വീട്ടിലെത്തി. ഇനി അവൻ വരുമോ ഇല്ലയോ നമുക്ക് കണ്ടറിയാം കേട്ടോ. എന്തായാലും അവനെ കൊണ്ട് ഗൈസ് നമ്മളിന്ന് പോകത്തുള്ളൂ. അങ്ങനെ ശശി സൈഡിലിരുന്ന് ക്യാമറ സൂമൗട്ടാക്കി ഞാൻ കാര്യം പറഞ്ഞു. ശശി പറഞ്ഞു ആദ്യമൊക്കെ അവൻ അടിച്ചെങ്കിൽ ലാസ്റ്റ് അവൻ പോകാമെന്ന് പറഞ്ഞു. പക്ഷെ എങ്ങനെ പോകുന്നായിരുന്നു. അവസാനം അവിടെ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരുന്ന അവൻ്റെ ഡാഡിയുടെ വണ്ടി എടുത്തിട്ട് ഞങ്ങൾ രണ്ടുപേരും പുളിങ്ങോട്ടേക്ക് പോയി. ഗൈസ് ഇതാണ് ഞങ്ങളുടെ നാട്. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പുളിങ്ങോട്ടേക്കാണ്. ഇത് ഈ പാലം കണ്ടോ? ഈ പാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ എത്തുക കർണാടക ഫോറസ്റ്റിലായിരിക്കും. അങ്ങനെ ഞങ്ങൾ പുളിങ്ങോത്തെത്തി. ഇതാണ് പുളിങ്ങോൺ ടൗൺ. അങ്ങനെ ഞങ്ങൾ ആദ്യം പോലെ ശശിക്ക് എന്താ ബാങ്കിൽ ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ ബാങ്കിലേക്കായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി അവിടെയുള്ള ഒരു ഹോട്ടലിലേക്ക് എത്തുന്നു. അങ്ങനെ ഹോട്ടലിനകത്ത് കയറിയപ്പോഴാണ് ശശി പറയുന്നത് എനിക്ക് ബിരിയാണി വേണ്ട, എനിക്ക് പഴംപൊരിയും ചായ മതി. ഞാൻ കുറേയൊക്കെ അവനെ നിർബന്ധിച്ചെങ്കിലും അവൻ പഴംപൊരിയും ചായലും തന്നെ പിടിച്ചെന്ന്. മാത്രം കഴിക്കുന്നത് പഴംപൊരിയും ചായ, ഞാൻ ചോറുണ്ടു. അവസാനം ഞാനൊരു ബിരിയാണി കഴിച്ചു, അവനൊരു പഴംപൊരിയും ചായ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് ഇറങ്ങും. അങ്ങനെ തിരിച്ചു വന്ന് ശശിയുടെ വീട്ടിൽ നിന്ന് ചൊറിയും കുത്തിയിരുന്നപ്പോഴാണ് ഞാൻ പറഞ്ഞത് ശശി എന്നാൽ പിന്നെ ഞാൻ പോയിട്ട് വൈകുന്നേരം വരാം, വീഡിയോ അപ്ലോഡ് ചെയ്യാനില്ലേന്ന്. അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്ത് ഞാൻ കിടന്ന് കുറേ നേരം ഉറങ്ങി കഴിച്ചു. അങ്ങനെ 7:30 ആയപ്പോൾ അനക്കപ്പുറം വിളിക്കുന്നത് വാ ശശിയുടെ അടുത്തോട്ട് വരാം. ഞാനങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞ് അവിടെ ചെല്ലുമ്പോൾ ഇതേ മച്ചാൻ അവിടെ ഇല്ല. മച്ചാൻ അങ്ങനെ 9 മണിയായപ്പോൾ വന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നേരം വർത്താനം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയി നേരെ പാച്ചൻ്റെ അടുത്തോട്ടായിരുന്നു. അങ്ങനെ പാച്ചൻ പുതിയ പട്ടിക്കുഞ്ഞിനും മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ ഞങ്ങൾ കളിപ്പിച്ചുകൊണ്ടിരുന്നു. കുറേ നേരം പാച്ചനോട് വർത്താനം പറഞ്ഞ് ലാസ്റ്റ് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലോട്ട് പോയി. ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നാളെ നല്ലൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.